نؤمن به ونتوكل عليه نستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن إلينا إيابهم ثم إن علينا حسابهم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أحبتي في الله أوصيكم بتقوى الله മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ചേർത്ത് വെക്കേണ്ട ചില ഗുണങ്ങളുണ്ട്. മനുഷ്യൻ എന്ന പദത്തോട് ഏറ്റവും യോജിക്കുന്ന ഒരു പദമായിട്ടാണ് ഖുർആൻ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു മാസിന് പറയുന്ന പ്രയോഗമാണ് നാസ് എന്നുള്ളത്. അതിൽ പല ആളുകളുണ്ടാകും. എന്നാൽ ഒരൊറ്റ മനുഷ്യന് അറബിയിൽ പറയുന്നത് ഇൻസാൻ എന്നതാണ്. ഓരോ ആളുകളുടെ വ്യക്തിത്വത്തെ, അവൻ്റെ അസ്തിത്വത്തെ പ്രതിനിധീകരിക്കുന്ന പദപ്രയോഗമാണ്. ഈ പദത്തോട് ചേർത്ത് വെക്കുന്ന ഒരു പദമാണ് ഇഹ്സാൻ എന്നത്. അൽ ഇൻസാൻ ബിൽ ഇഹ്സാൻ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഇഹ്സാൻ എന്നുള്ളത്. ഈ രണ്ട് പദങ്ങളും ചേർത്ത് വെക്കുന്നത് അല്ലെങ്കിൽ ഇതെത്തുന്നത് ഖാലിഖ് എന്ന ഒരു പദത്തിലേക്കാണ്. शुक्र तेरा है खालिक मेरे हमें है लाखों एहसान तेरे. അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഷായിറുകളെ നമുക്ക് കേട്ടിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവിന് അത്യധികം സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്നു. കാരണം ഈ ഭൂമുഖത്തിൽ ജീവിക്കാൻ ഒരുപാട് എഹ്സാനുകൾ പടച്ചവൻ നമുക്ക് തന്നവനാണ് എന്നുള്ളതാണ്. ഇഹ്സാൻ എന്നതാണ് നമ്മുടെ ദീനിൻ്റെ വലിയ ഒരു മേഖലയിൽ. മതം നിലനിൽക്കുന്നത് 3 മേഖലകളിലാണ്. 1 അൽ ഇസ്ലാം, 2 അൽ ഈമാൻ, 3 അൽ ഇഹ്സാൻ. ഇതിലേതെങ്കിലും ഒന്ന് ഒരു തൂണിന് ക്ഷതം പറ്റിയാൽ, ദുർബലമായാൽ ജീവിതത്തിൽ മതമെന്ന ഭവനം തകർന്നടിയും. ഇതിനെ 3ഉം കൊണ്ടു നടക്കൽ വിശ്വാസിയുടെ ബാധ്യതയാണ്. എന്താണ് ഇഹ്സാൻ? നമ്മൾ ഒരുപാട് കേട്ടതാണ് ഈ പദപ്രയോഗം. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യൽ എന്നുള്ളതാണ്. കുട്ടികൾക്ക് പേരിടാറുണ്ട്. ആൺകുട്ടികൾ ഇഹ്സാൻ എന്നുള്ളത്, പെൺകുട്ടികൾക്ക് ഹസന എന്ന് പേരിടാറുണ്ട്, ഹുസ്ന എന്ന് പേരിടാറുണ്ട്. ഇതെല്ലാം നന്മയെ അറിയിക്കുന്നതാണ്.
എങ്ങനത്തെ നന്മയാണ്? അഅല മറാത്തിബിദ്ദീൻ, മതത്തിൻ്റെ ഉയർന്ന തലങ്ങൾക്ക് പറയുന്ന പ്രയോഗമാണ് ഇഹ്സാൻ എന്നുള്ളത്. അതുപോലെ തന്നെ 2 തരം ഇഹ്സാനുകളെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്ന് അൽ ഇഹ്സാനു അൽ ഖാലിഖ്, ഖാലിഖിനോടുകൂടെയുള്ള ഇഹ്സാൻ. വൽ ഇഹ്സാനു മഅൽ ഖൽഖ്, സൃഷ്ടികളോടുകൂടെയുള്ള ഇഹ്സാൻ. 2 ഇഹ്സാനിനെയും സജീവമാക്കുന്നവൻ്റെ പേരാണ് ഇൻസാൻ എന്ന പ്രയോഗം. ഈ 2 ഇഹ്സാനുകളെയും സജീവമാക്കിയില്ലെങ്കിൽ അവർ ഇൻസാനില്ല. ഹ്യൂമാനിറ്റി എന്നൊരു പദപ്രയോഗമുണ്ട്. ഇത് വളരെ വലിയ ഒരു പദപ്രയോഗമാണെങ്കിലും ഇത് നിഘണ്ടുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പദപ്രയോഗങ്ങളായി മാറപ്പെടുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. മനുഷ്യത്വം എന്ന പദം, ഈ പദം കടന്നു വരുന്നത് ഇൻസാൻ എന്ന പദത്തിനാണ്. അൽ ഇൻസാനിയ, അൽ മുറുഅ, മനുഷ്യത്വം എന്ന പദത്തെ കുറിക്കാൻ വേണ്ടി അറബിയിൽ ഉപയോഗിക്കുന്നതും ഇൻസാൻ എന്ന പദത്തിൽ നിന്ന് ഇഹ്സാൻ എന്ന പദത്തിലേക്ക് അവൻ ചാലിച്ച് ചേർക്കപ്പെടുമ്പോൾ അവന് ലഭിക്കുന്ന ഒരു ഗുണമാകുന്നു ഇൻസാനിയ എന്ന ഗുണം, മനുഷ്യത്വം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അൽ ഇൻസാനുൽ കാമിൽ എന്ന ഇമാം ഗസാലി കിതാബ് എഴുതിയപ്പോൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഒരു ഗുണമായി പറഞ്ഞത് ഇഹ്സാൻ എന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാകുന്നു. ഇത് ദുനിയാവിലെ മാത്രമല്ല, പരലോകത്ത് പോലും, സ്വർഗപ്രവേശനത്തിന് പോലും അൽ ഇഹ്സാനു ഹുവ സബബുൻ ലിദുഖൂലിൽ റജുലി അൽ മർഅതി ഇലൽ ജന്ന ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഅയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. സ്വർഗപ്രവേശനത്തിൻ്റെ ഗുണം പറഞ്ഞപ്പോൾ, ആ ആളുകൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞത് ഇന്നഹും ഖബ്ല ദാലിക മുഹ്സിനീൻ എന്നുള്ളതാണ്. വബിൽ വാലിദൈനി ഇഹ്സാന വഅഹ്സിനു ഇലൈഹിന്ന, ഭാര്യമാരോട് നല്ല നിലക്ക് നിൽക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കളോടും നല്ല നിലക്ക് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഖുർആൻ പഠിപ്പിച്ച പ്രയോഗം മറ്റൊരു പ്രയോഗമല്ല, ഇഹ്സാൻ എന്ന പ്രയോഗമാണ്. ഒന്നുകൂടി സിമ്പിളായി മനസ്സിലാക്കുക എന്താണ് ഇഹ്സാൻ എന്നുള്ളത്. നിങ്ങളുടെ വീട്ടിലേക്ക്, എൻ്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ എന്നോടൊരാളെന്തെങ്കിലും ചോദിച്ചു, പച്ചവെള്ളം ചോദിച്ചാൽ ഞാൻ ജ്യൂസ് നൽകുന്നതിനാണ് അറബിയിൽ ഇഹ്സാൻ എന്ന് പറയുന്നത്. അവർ പ്രതീക്ഷത്തിനപ്പുറം ഒന്ന് നൽകാൻ കഴിയുമോ? അതാണ് ഇഹ്സാൻ. ഒരു ഭക്ഷണം നൽകാൻ, ചെറിയ ഭക്ഷണം ചോദിച്ചവന് നല്ലൊരു ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിനാണ് അറബിയിൽ ഇഹ്സാൻ എന്ന് പറയുന്നത്. മാതാവ് ചോദിച്ചത്, മോനെ ശമ്പളം കിട്ടുമ്പോൾ എനിക്കൊരു 1000 രൂപ അയക്കണമെന്നാ, അയച്ചാൽ 5000 രൂപയാണ് അയക്കുന്നത്. ആ ഇഹ്സാനുകൾ അർശിന്റെ തണലിൽ തട്ടുന്ന ഇഹ്സാനാണത്. അതിനാണ് ഭാഷയിൽ ഇഹ്സാൻ എന്ന് പറയുന്നത്. അല്ലാഹു ഫർള് നിസ്കരിക്കാൻ പറയുന്നു, ഫർള് നോമ്പ് നോക്കാൻ പറയുന്നു. തിങ്കളാഴ്ച, നാളെ തിങ്കളാഴ്ചയാണ്, നാളെ വ്യാഴാഴ്ചയാണ്, ബുധനാഴ്ച രാവിൽ ഒരു ചിന്തയുണ്ടാവുക, ഞാൻ സുന്നത്ത് നോമ്പ് നോക്കും. അതിന് പറയുന്ന പേരാണ് ഇഹ്സാൻ. അതുകൊണ്ട് തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, അൽ ഇഹ്സാനു ഹുവ മൻസിലത്തുൽ ഇൻസാൻ, ഹുവ മൻസിലത്തുൽ, മനുഷ്യനെത്തുന്ന ഒരു വലിയ പദവിയാണത്. വഹുവ ലുബ്ബുൽ ഈമാനി വറൂഹുഹു വകമാലുഹു, ഈമാനിൻ്റെ പൂർത്തീകരണമാണ്, ഈമാനിൻ്റെ കാമ്പാണത്. അതുപോലെ തന്നെ ഈമാനിൻ്റെ ആത്മാവാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. വഹാദിഹിൽ മൻസിലത്തു തുജ്മഉ ഫീഹി ജമീഉൽ മനാസിൽ, ഈ പദവിയിലാണ്, ഇവിടെയാണ് എല്ലാ ഗുണങ്ങളും എത്തിച്ചേരുന്നത്. എല്ലാ ഗുണങ്ങൾക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഭൂമിക എന്ന് പറയുന്നത് ഇഹ്സാനാണ്. അതുപോലെ തന്നെ ഈ ഇഹ്സാൻ കൊണ്ട് തന്നെയാണ് അവൻ നാളെ അവൻ്റെ ജീവിതത്തെ ഭംഗിയാക്കുന്നതും എന്ന് പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു യാത്ര പോവാറുണ്ട്. അദ്ദേഹം ഭരണാധികാരിയായിരിക്കുമ്പോൾ ഇങ്ങനെ യാത്ര പോകും. ഒരു ദിവസം ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ കുറച്ച് മരുഭൂമിയിൽ ആടിനെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ഗുലാം എന്നുള്ളതാണ്, അതൊരു കുട്ടിയാണ്, പ്രായമല്ലാത്തൊരു കുട്ടി എന്നുള്ളതാണ്. ആ കുട്ടിയോട് മുറുകാൻ ചോദിച്ചു, ആ ആടിനെ ഒന്നിനെ നമുക്ക് നൽകുമോ? മിൻ ഹാദിഹിൽ ഗനം,
കുട്ടി പറഞ്ഞു, ആടിനെ വെക്കുന്നവൻ പറഞ്ഞു, ഞാനും എൻ്റെ ആടും എൻ്റെ യജമാനൻ്റെതാണ്, നൽകാൻ കഴിയില്ല. രാജാവാണെന്നും ഈ ആട് മേക്കുന്നവനറിയില്ല. ഉമർ വീണ്ടും ചോദിച്ചു, അതിനൊന്നും കൊണ്ട് തന്നലാ, മുതലാനോട് പറഞ്ഞാലാ അതിനെ ചെന്നായ തിന്നുപോയിട്ടുണ്ട്. ആകാശത്തിലേക്ക് കണ്ണുയർത്തിക്കൊണ്ട് കുട്ടി ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് തരാം നുണ പറഞ്ഞെങ്കിൽ എവിടെയാണ് അല്ലാഹ്? ഈ ചോദ്യം ഈ ചോദ്യം ഉമറിനെ കരയിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ താടി നനഞ്ഞു പോകുന്നത് വരെ. ആ അടിമയെ അദ്ദേഹം യജമാനിൽ നിന്ന് വാങ്ങി അദ്ദേഹത്തിന് മോചനം നൽകി. എന്നിട്ട് ഉമർ അദ്ദേഹത്തോട് പറയുന്നൊരു പ്രയോഗമുണ്ട്, ദുനിയാവിൽ അടിമത്തത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചത് ഐനല്ലാ എന്ന ഒരു പദപ്രയോഗമാകുന്നു. അതുപോലെ തന്നെ അർജുല്ലാഹ അൻ തഅതഖിക ഫിൽ ആഖിറ, പരലോകത്തും നിന്നെ മോചിപ്പിക്കുന്നത് ഈ ഒരു പദം തന്നെ ആവട്ടെ. ഇഹ്സാനിന് പ്രവാചകൻ ജിബ്രീലുമായുള്ള സംഭാഷണത്തിൽ നൽകുന്ന ഒരർത്ഥമുണ്ട്. അൻ തഅബുദ റബ്ബക കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധ വേണം. ഞാൻ അല്ലാഹനെ ആരാധിക്കുന്നത്, ഇബാദത്ത് ചെയ്യുന്നത്, ചലിക്കുന്നത്, വിചാരിക്കുന്നത് എല്ലാം കഅന്നക തറാഹു, നീ അല്ലാഹനെ കാണുന്നത് പോലെയാണ്. ഫഇൻ ലം തകുൻ തറാഹു, നിനക്ക് അല്ലാഹനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഫഇന്നഹു യറാക, അവൻ നിന്നെ കാണുന്നു എന്നുള്ള ചിന്തയാണ്. ആ ചിന്തയാണ് ആടുമേക്കുന്നവനെ ഉമറിനെന്ന രാജാവിനോട് പറയാൻ പ്രേരിപ്പിച്ചത്. ആ ചിന്ത കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ദുനിയാവിലെ അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിച്ചത്. നമുക്ക് ഒരുപാട് അടിമത്തത്തിൻ്റെ ചെങ്ങലകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ചെങ്ങലകളിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ ഇതുപോലുള്ള ആശയങ്ങൾക്ക് നമുക്ക് മോചനം നൽകാൻ കഴിയുന്നതാണ്. മെഹ്തറൻ ബായം ഹുസൂറോം ദീൻ की तालीम का अख़स ख़ुसूस है कि एहसान की मर्तबा, एहसान इस्लाम कमाल होने के लिए, हमारी ज़िंदगी पर बंदगी पूरा होने के लिए एक अहम में इशारा है कि एहसान की माना यह है कि खुदा को, अल्लाह को इबादत करना है जैसा हम अल्लाह को हमारा सामने देखते हैं, मगर हम देखता नहीं है, मगर अल्लाह ताला ने हमें हमेशा देखते रहते हैं. इसको बोलते हैं एहसान. ये एहसान की जहाज में, ये धरती की समंदर में साफर होना वाला है. अगर ये जहाज को, अगर ये सफीनत को ख़राब हो गया, एहसान को कुछ ख़राब हो गया, ये आने वाला ज़िंदगी का भी रास्ता भी वो न पहुँचेगा. अगर पहुँचे तो भी उधर मकसद में नहीं पहुँचेगा. इसलिए उलमा बोलते हैं कि ये इंसान की दिल के अंदर एहसान की रोशनी चमकते रहते, तब ईमान बड़ा हो जाता है. एहसान जब कम तो होते हैं, ईमान नुकसान होता है. शार में कहते कि वैदा खलौत बिरीबतिन फी ज़ुल्मतिन वन्नफ्सु दाइयतुन इलल इस्यानी फस्तही min नज़रिल इलाही वक़ुल लहा इन्नल्लज़ी खलक़ल ज़लाम यरानी. रात को अंधेरे पर
आप अकेला पड़ गया, अकेला हो गया, तो न सोचो कोई गुनाह करने की फुर्सत नहीं है। ये जिसने अंधेरा को बनाया, ये अंधेरा के अंदर से आपको उनको देख सकते, यही है ऊपर वाला, यही है खुदा। രാത്രിയുടെ നിശബ്ദതകളിൽ തെറ്റ് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ വിചാരിക്കരുത് രാത്രി മുഴുവനായിട്ടും ആരും കാണാത്ത ഇരുട്ടാണെന്നുള്ളത്. ഇരുട്ടുകളെ സൃഷ്ടിച്ച നാഥൻ നിങ്ങളെ കാണുന്നുണ്ടെന്നുള്ള ലജ്ജ നിങ്ങൾക്കുണ്ടായിരിക്കണം. അല്ലാഹു ഇഹ്സാനെ ജീവിതത്തിൽ കാത്തുവെക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ولا إله إلا هو الحي القيوم الذي نزل الكتاب وهو يتولى الصالحين والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. സ്നേഹാദരനായ സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഏവരെയും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്തു. ജീവിതത്തെ നന്മകൾ കൊണ്ട് സമൃദ്ധമാക്കുക, ജീവിതത്തെ സത്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കുക. പടച്ചവൻ നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്ന തെറ്റുകൾ പടച്ചവൻ നമുക്ക് പുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ. അള്ളാഹുവെ, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി വളരെയധികം പ്രയാസപ്പെടുന്ന ആളുകൾ ഞങ്ങളുള്ളതാണ്. അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കണമെന്നാണ്. പ്രായമേറിയ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ ഞങ്ങളുള്ളതാണ്. ആ പെൺകുട്ടികളുടെ വിവാഹം നീ അവർക്ക് എളുപ്പമാക്കി കൊടുക്കണമെന്നാണ്. വിദേശത്ത് വന്നിട്ടും അധ്വാനിച്ചിട്ടും പണമൊന്നും മോശമായ മാർഗത്തിൽ പോകാനിട്ടും അല്ലാഹുവേ, ദാരിദ്ര്യമെന്ന ആ ഇരുട്ടിനോട് യുദ്ധം ചെയ്തു നിൽക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ടാത്ത അവരെ അതിൽ നിന്ന് നീ, ദാരിദ്ര്യത്തിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും നീ സംരക്ഷിക്കണമെന്നാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم يا ناصر المستضعفين، يا غياث المعيثين، يا ناصر المؤمنين، انصر إخواننا المستضعفين في كل مكان، انصر إخواننا في الضفة والعزة يا رب العالمين، انصر إخواننا في كل مكان، انصر إخواننا المستضعفين المضطهدين يا رب العالمين. اللهم اجعل هذا البلد آمنا مطمئنا رخاء وسخاء يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. أقيموا الصلاة.